ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജെറ ഡയറീസാണേ. സുഖമാണോ? ദൈവമേ, കുതിരയുടെ ബാക്കാണല്ലോ കണ്ടേക്കണേ. ആദ്യം തന്നെ എന്തായാലും കൊള്ളാം. ഇവിടെ ഫെബ്രുവരി 25 നാഷണൽ ഡേ, 26 പക്ഷെ നമുക്ക് എന്താണെന്നറിയാം സന്തോഷം. ഇതിങ്ങനെ ഡിസംബർ ആകുമ്പോഴേ നെക്സ്റ്റ് ഇയറിൽ കലണ്ടർ നോക്കിയിരിക്കും എത്ര ദിവസമുണ്ട് ഹോളിഡേയ്സ് നോക്കി. നമുക്കെന്തായാലും ഈ വർഷം ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസം അവധിയാണ് കിട്ടിയേക്കണേ. അത് പ്രമാണിച്ച് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കുവൈറ്റ് സിറ്റി ടവറിന് താഴെ എയർ ഷോ ഉണ്ട്. ഹലോ, അമ്മയുടെ കൂടെ കുതിരാക്കിയാണ് നമ്മൾ ലാഫ് ചെയ്തിട്ടും അവർ ശൂഷി വെച്ചിട്ട് നമ്മൾ അപ്പിയിട്ട് കുതിര അപ്പിയിട്ടിട്ട് നടന്ന് പോയിട്ട് നമ്മൾ ഇന്നിയാക്കി നേരെയാക്കി പോയി. ബൈ ബൈ, താങ്ക് യു. ഒരാളെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ നേരത്തെ എൻ്റെ കൂട്ടത്തിൽ വന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ ഇത് മേടിച്ച് ചെയ്താൽ കേട്ടായിരുന്നല്ലോ അല്ലേ? അവൾ ശൂശമൊക്കെ കിട്ടുന്ന. പിന്നെ നമ്മളിവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 12:30 ആയപ്പോഴത്തേക്ക് എത്തിയായിരുന്നേ. 2 മണിക്കേ ഉള്ളൂ എയർ ഷോ. സാധാരണ ഇവിടെ ഒത്തിരി തിരക്കാണ്. ഈ റോഡിലെല്ലാം ഇങ്ങനെ ബലൂണിനകത്ത് വെള്ളം നിറച്ച് എറിയുന്ന പരിപാടികളും കലാപരിപാടികളൊക്കെ എല്ലാ വർഷവും ഉള്ളതാണ്. ഈ വർഷം അതൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ റമദാൻ മാസമല്ലേ, അതുകൊണ്ട് തിരക്ക് ഒരുപാട് കുറവാണ്. നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാതിരുന്നാലും നമ്മൾ നേരത്തെ വന്നത്. അതിൻ്റെ കുതിര പോലീസ് പോകുന്നു. എന്നുവെച്ചാൽ നോക്കിയോടി കുതിര പോലീസ് എങ്ങനെയുണ്ട്? ഓക്കെ. പിന്നെ ഈ പാർക്കിംഗ് സ്പേസിൽ ഒത്തിരി ഇങ്ങനെ സ്റ്റോളുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഫയർഫോഴ്സിൻ്റെ ഒത്തിരി വാഹനങ്ങൾ, അതുപോലെ തന്നെ മിലിറ്ററിക്കാർ പണ്ട് യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടാങ്കർ ലോറികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല കേട്ടോ. വൈകിട്ട് 4 മണി എയർ ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഗണ്ണുകൾ കാണാൻ പറ്റും. അങ്ങനെ ഫോട്ടോ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. നോക്കണം. നമ്മളെന്തായാലും ടൈം കളയാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുവാണേ. അമ്മയുടെ വക ഫോട്ടോഷൂട്ട്, അമീറയുടെ വക ഫോട്ടോഷൂട്ട്, അബ്രാമിൻ്റെ വക ഫോട്ടോഷൂട്ട്. പിന്നെ അബ്രാം പറഞ്ഞു അമ്മ അതിൽ നടക്ക്, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നടത്തിക്കും കേട്ടോ. കുതിര കുളിക്കാൻ പോവാണ്. എന്നിട്ട് കുതിര അപ്പിയിട്ടിട്ട് ശൂഷു ഇട്ടിട്ട് അപ്പിയിടാൻ പോവാണ്. എന്താ ഈ അമീറ പറയുന്നത്? ഈ കുതിര ഒരു മനുഷ്യൻ നടക്കുന്നുണ്ട് ആ കൂടെ. ഒരു തൂത്തുവാരിക്കകത്ത് ഈ കുതിരയുടെ അപ്പിയെല്ലാം വാരുന്നുണ്ട് കേട്ടോ. അതാ ഈ അമീറ പറയുന്നത്. ചേട്ടടി ജെറ്റ് വരുന്ന അമീറ നോക്കാം. രണ്ട് കപ്പലല്ല, ബോട്ട് പോലത്തെ സാധനം. മിലിറ്ററിക്കാരുടെ എന്തോ ബോട്ട് പോലത്തെ സാധനമാണ്. അതിനകത്ത് കുറച്ച് മിലിറ്ററിക്കാർ വന്നിട്ട് അവിടെ മോട്ടറിൽ ചെയ്യത്തില്ലേ, അതുപോലത്തെ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഏർമാട് ഈ കുവൈറ്റ് ടവറിന് താഴെയായിട്ട് ഏർമാട് കുറച്ച് പൊക്കത്തിലൊരു ഷെയ്ഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമില്ലേ, അവിടെ കയറി നിൽക്കുവാണ്. നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ വെയിലടിക്കത്തില്ല. അല്ലാണ്ട് നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് അതിന് സ്പേസ് കിട്ടി. അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ നിൽക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നത് എല്ലാവർക്കും. നമുക്ക് മുറിക്കാൻ പറ്റത്തില്ല. പിന്നെ പിള്ളേർക്ക് വെള്ളമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ നമ്മൾ. ഈ പരിപാടി നല്ലതാണ്. ഇതുകൊണ്ടോ ഇതാണെങ്കിൽ കളറ് ഒരു ബോംബ് പോലത്തെ ഇരിക്കുന്ന സാധനം. അത് അബ്രാം ചോദിച്ചിട്ട് തന്നെ ബോംബാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കളറ് വരും കേട്ടോ. കളർ നല്ല രസമാണ് കേട്ടോ. പിന്നെ എയർ ഷോ ചെയ്തില്ലേ, എയർ ഷോ പോലെ ഇരിക്കുന്ന ഇവരുടെ കാലിൽ ഈ പാരച്യൂട്ടിൽ നിന്ന് ചാടുന്ന അവരുടെ ഓഫീസേഴ്സിൻ്റെ കാലിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത് കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ വീഡിയോ വരുമ്പോൾ കണ്ടോണം കേട്ടോ. आपकी सवेली आपने जहाँ समुद्र में लगा आप जाइए, सब अपना अपना जहाज पर चढ़ेगी. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരോ പരിപാടിക്കിടയ്ക്ക് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി നേരം അവിടെ പോസ്റ്റായിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഓരോരോ ഇങ്ങനെ ബോട്ട് വരുന്നതും ഈ പാരച്യൂട്ട് വന്നതും ഒക്കെ. നമ്മൾ വീഡിയോയിൽ അത്ര കാണിക്കുന്നില്ലെന്ന് മാത്രം കേട്ടോ. അതേണ്ട ഇങ്ങോട്ടേക്ക് ചാടുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇത്. Wow, the landed, safely landed.
ഓരോ പ്ലെയിനിൽ നിന്നും 5 പേര് വെച്ചാണ് ചാടുന്നത്. അപ്പോൾ വീഡിയോയിൽ എത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു ഇത്, ഇവരുടെ പരിപാടി. കണ്ടോ, അതാ ഇങ്ങനെ കറങ്ങി അങ്ങ് മേലേന്ന് കറങ്ങിയാട്ടോ ഇവർ വരുന്നത്. അടുത്തെത്തുമ്പോഴത്തേക്കോ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നല്ല സ്പീഡിലാണ് ഇവർ വരുന്നത്. എനിക്കിത് കണ്ടിട്ട് തന്നെ ചങ്ക് പടപടാന്ന് ഇടിക്കുമായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഇതിനകത്ത് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ആ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും ആൾക്കാർ ഇരിക്കുന്നതായി കാണുന്നത്. അവിടെ എല്ലാം പാലത്തിലെല്ലാം നിറയെ ആളായിരുന്നു. നോക്കി ഇത് കണ്ട് എന്ത് രസമാണെന്ന് നോക്കി. ഇതെല്ലാം പറിച്ചിട്ട് ഒരേ കളർ റെഡായിരുന്നേ. ഭയങ്കര രസമായിരുന്നു മേളിൽ നിന്ന് ഇതുപോലെ കളറുമായിട്ട് വരുന്ന കാണാൻ കേട്ടോ. ടവറിൻ്റെ ചുറ്റും ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലാണ് വന്ന് ആ ബീച്ചിലാണ് വന്ന് ചാടിയത് ഇവർ. ആ എയർ ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ആ എക്സിബിഷൻസൊക്കെ ഓൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറയെ തിരക്കായിരുന്നു. പിന്നെ അവിടെ പലതരത്തിലുള്ള കാറുകൾ, പോലീസ് വണ്ടികൾ, മിലിറ്ററി വണ്ടികൾ. കണ്ടോ, ഒരു ബൈക്ക് കണ്ടോ. അപ്പോൾ അബ്രാം അങ്ങനെ എങ്ങനെയാണ് കയറിയായിരുന്നു കേട്ടോ. നമുക്കിതിനകത്തെല്ലാം കയറാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടെ നിൽക്കുന്നവരോട് സംസാരിക്കാനും ഒക്കെ പറ്റും കേട്ടോ. നമ്മൾ ഒന്നും കയറാനൊന്നും നിന്നില്ല, കാരണം വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇത് കണ്ടോ, ഇത് അവരുടെ ടാങ്കറായിരുന്നു. ഇതിൻ്റെ മേളിൽ കയറി ഇന്ന് 2 പേര് ഫോട്ടോ എടുത്തു കേട്ടോ. അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഗണ്ണ്, ഇതൊന്നും പൊക്കാനുള്ള ആരോഗ്യം പോലും അബ്രാമിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവരുടെ ഒരു ബഗ്ഗി, അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ മൂട് കണ്ട ഒരു കുതിരയില്ലേ, ആ കുതിരയാണ് ഇത്. ഇതിൻ്റെ മേളിൽ അമീറയും അബ്രാമും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുതിരയ്ക്ക് ടാറ്റയും കൊടുത്ത് നമ്മളിങ്ങ് പോന്നു. അപ്പോൾ എൻജോയ് ഹാല ഫെബ്രുവരി. ബൈ.